ഹായ് ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മൊബൈൽ ഉപയോഗവും കുട്ടികളും. അപ്പോൾ മൊബൈൽ ഉപയോഗത്തിൻ്റെ അകത്തുള്ള പ്രധാന വില്ലൻ അതിൻ്റെ റേഡിയേഷനാണ്. അപ്പോൾ ഈ സ്ക്രീൻ അവേഴ്സ് കൂടുന്തോറും റേഡിയേഷൻ കൂടും. സ്ക്രീൻ അവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം മൊബൈൽ, പിന്നെ ലാപ്ടോപ്പ്, TV മുതലായവ. പക്ഷേ ഈ TVയും ലാപ്ടോപ്പൊക്കെ കുറേ അകന്നിരിക്കുന്നതായതുകൊണ്ട് അതിന് റേഡിയേഷൻ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതേസമയത്ത് മൊബൈല് തലച്ചോറിനോട് വളരെ അടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മൊബൈലിൽ സംസാരിക്കുന്നതൊക്കെ വളരെ അടുത്ത് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനോട് അടുത്തിരിക്കും. അപ്പോൾ റേഡിയേഷന് സാധ്യത കൂടുതലാണ്. ഈ റേഡിയേഷൻ്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും കിട്ടുന്നത് ഒരേപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ കുട്ടികളുടെ തലയോട്ടി വളരെ സോഫ്റ്റാണ്, വളരെ തിന്നാണ്. അതുപോലെ സ്കാൽപ്പും വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയവർക്ക് കിട്ടുന്ന അതേ അളവിൽ തന്നെ കുട്ടികൾക്ക് കിട്ടിയാലും കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും കൂടുതൽ ഡേഞ്ചറസ്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ബ്രെയിനിൻ്റെ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ കുട്ടികൾ. അപ്പോൾ ഇതുകൊണ്ട് ഈ റേഡിയേഷൻ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളിലാണ്. ഈ കുട്ടികൾ കൂടുതലും ഈ മൊബൈലിന് അഡിക്റ്റാകാൻ കാരണം ഒരു പരിധിവരെ രക്ഷകർത്താക്കളാണ്. അപ്പോൾ ഇവൻ ഭക്ഷണം കഴിക്കാൻ ഒന്നുകില്ലെങ്കിൽ മൊബൈൽ ഗെയിം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഇവൻ അടുക്കളയിലെ പണിക്ക് എന്ന് പറഞ്ഞാൽ തുണി കഴുകാനുണ്ടാകും, അതുപോലെ തന്നെ കറി വെക്കാനുണ്ടാകും, ചോറ് വെക്കാനുണ്ടാകും. അപ്പോൾ അതിലൊക്കെ ഇവനൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി ഇവനെ ഒരിടത്ത് അടക്കിയിരുത്താനായിട്ട് ഈ മൊബൈൽ വെച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവൻ ഇതും കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. അതുപോലെ ഇവൻ ഉറങ്ങാനായിട്ട് ചിലപ്പോൾ ഈ സംഭവങ്ങൾ വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈവൻ കുളിക്കാൻ പോലും ഇവന് മൊബൈൽ കണ്ടുകൊണ്ട് പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും. ഈ രക്ഷകർത്താക്കൾ യഥാർത്ഥത്തിൽ ഈ മൊബൈലിനെ ഒരു കളിപ്പാട്ടമായിട്ടാണ് കാണുന്നത്. ഒരു കളിപ്പാട്ടത്തിൻ്റെ സ്ഥാനേ കൊടുത്തിട്ടുള്ളൂ. ഈ ഭക്ഷണം യഥാർത്ഥത്തിൽ രുചി അറിഞ്ഞ് മണമറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇത് അമ്മയുടെ ഒക്കത്തിരുന്ന് മൊബൈലിൽ ഈ ഒരു കാർട്ടൂണും കണ്ടുകൊണ്ട് ഇവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൻ രുചി അറിയുന്നുണ്ടോ, അതിൻ്റെ മണം അറിയുന്നുണ്ടോ, ഒന്നും അവൻ ആസ്വദിച്ചൊന്നുമല്ല കഴിക്കുന്നത്. ഇവനത് വിഴുങ്ങുന്നെന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ സാധാരണ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ നേരെ വെളിയിലോട്ട് കണ്ടത്തിലോട്ടൊക്കെ പോയിട്ട് കുറേ നേരം ക്രിക്കറ്റ് കളിക്കുകയോ പന്ത് കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇവൻ തിരിച്ച് അകത്ത് കയറുന്നത്. അപ്പോൾ അവന് നല്ല പോലെ വെയിൽ കൊള്ളാൻ പറ്റും, ഇഷ്ടം പോലെ വെയിൽ കൊള്ളുന്നുണ്ടാവും. ഇതെല്ലാം ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വളരെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യം അബ്സോർവ് ചെയ്യത്തുള്ളൂ. വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഈ സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതുപോലെ ഇവൻ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മസിൽസൊക്കെ നല്ലപോലെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഇവനൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ അവന് അതും വളരെ അവൻ്റെ ഭാവി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഭാവി ലൈഫിൽ എന്ന് പറയുമ്പോൾ അവൻ ഭാവിയിൽ ആ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറും. അതേപോലെ ഈ ഇപ്പോഴ് പല രക്ഷകർത്താക്കളും ചെയ്യുന്ന പോലെ ഇവൻ വരുന്ന വഴി അവനെ സ്വീകരിച്ച് അകത്തിരുത്തിയിട്ട് ഒരു മൊബൈൽ ഗെയിമോ അല്ലെങ്കിൽ കാർട്ടൂണോ ഇട്ട് കൊടുത്ത് എന്തെങ്കിലും തിന്നാനോ ഒക്കെ കൊടുത്തിട്ട് അവനവിടെ ഇരുത്തുന്നു. അപ്പോൾ അവൻ ഇത് പതുക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവൻ അത് ഇങ്ങനെ തിന്ന് അവസാനം ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ പൊണ്ണത്തടിയിലോട്ടൊക്കെ പോകും. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ ഇവർക്ക് ഈ വെയിൽ കൊള്ളാത്തവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്ന് ഇവനറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ
ഇവന് ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണം എന്ന് ഇവന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു ആളായിട്ട് മാറും. അപ്പോൾ ഈ മൊബൈലിനുള്ളൊരു കുഴപ്പം എപ്പോഴും സംസാരം ഒരു സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ സൊസൈറ്റിയിൽ രണ്ട് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരം മൊബൈലിലില്ല. അതുപോലെ തന്നെ വെക്കേഷന് അമ്മൂമ്മയും അപ്പൂപ്പനും മക്കൾ വരുന്നു, പേരക്കിടാവ് വരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് കളിയും ചിരിയൊക്കെ കാണാം, സന്തോഷിക്കാം എന്ന് വെച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്ത്. അപ്പോൾ അവർക്ക് വീണ്ടും ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വീണ്ടും വിരസതയും ഏകാന്തതയൊക്കെ അനുഭവപ്പെടും. മറ്റവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരങ്ങ് ജീവിക്കും. അതുപോലെ മൊബൈൽ കൂടുതൽ നേരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിധിക്കും കൂടുതലായി കഴിഞ്ഞാൽ ഈ റെറ്റിനയുടെ മാക്യുല ഡീജനറേഷൻ അത് പ്രായമാകുമ്പോൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എങ്കിലും അത് കുറേ കൂടെ നേരത്തെ ഉണ്ടാകാൻ, ഈ മാക്യുലർ ഡീജനറേഷൻ കുറേ കൂടെ നേരത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മൊബൈൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഏറ്റവും പ്രധാനം ഈ സൊസൈറ്റിയിൽ ഇവൻ പെരുമാറാൻ അറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ അവനോട് പറയണത് നീ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ അത് പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റേജിൽ കയറി ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവനത് പറ്റാതെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരിയസ് പ്രോബ്ലമാണ് നമ്മളെ രക്ഷാകർത്താക്കൾ ഈ കുട്ടികൾക്ക് വരുത്തി വെക്കുന്നത്. അത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തന്നെ രക്ഷകർത്താക്കൾ തന്നെ ഈ മൊബൈല് ഒരു കളിപ്പാട്ടമാണെന്നുള്ള ലാഘവത്തോടു കൂടി അതിനെ കാണാതിരിക്കുക. അപ്പോൾ അതിനിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് കുട്ടികൾക്ക് കഴിവതും കുറച്ചേ കൊടുക്കാവുള്ളൂ എന്ന് നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കുക. അവിടെ പോ. ഇവിടെ എല്ലാം കുട്ടി വളരെ ഹാപ്പിയാണ്, പക്ഷേ മൊബൈലില്ല. ഏത് അത് അവളാണോ? അവള് ബേർഡാണോ? അല്ല, അവള് ബേർഡാ. അങ്ങനെ കാണിക്കുന്നു ആ ബേർഡ്. ഇവിടെ കാണിച്ച്. ഈ ബേർഡ് എങ്ങനെയാ അങ്ങനെ കാണിച്ചു? ഇന്നും ഇതിനെ കണ്ടോ? ഈ കളിപ്പാട്ടത്തിന് പകരം നമുക്ക് ഇഷ്ടംപോലെ തരം കളിപ്പാട്ടങ്ങളുണ്ട്. പണ്ട് കുട്ടികൾ കളിച്ചിരുന്നത് അതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ ചെറിയ കട്ടകളൊക്കെ കൂട്ടി വെച്ച് ഒരു ട്രെയിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ക്ലേ ഉപയോഗിച്ച് ക്ലേ മോഡൽ ഉണ്ടാക്കാൻ. ഇതിനെല്ലാം നമ്മൾ ഗൈഡ് ചെയ്യേണ്ടി വരും. അതായത് രക്ഷകർത്താക്കൾ ഇതൊക്കെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്നുണ്ട് ഈ ക്ലേ മോഡലൊക്കെ ഉണ്ടാക്കി. ഇത് വളരെ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല എങ്കിലും അതുപോലെ തന്നെ വരക്കാനായിട്ട് പല കുട്ടികൾക്കും ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനെ ഗൈഡ് ചെയ്യുക. അതുപോലെ ചവിട്ടാനുള്ള സൈക്കിളുകൾ. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മൊബൈലിനെ പറ്റി ചിന്തിക്കാനേ പോണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി വളരെ വലുതായി കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കഴിവതും പെട്ടെന്ന് ഒരു പ്ലേ സ്കൂളിലോ അതിനേക്കാളും വലുതായി കഴിഞ്ഞ് LKGയിലും അത് കഴിഞ്ഞ് UKGയിലും ഒക്കെ ചേർക്കുക. അപ്പോൾ ഇവൻ ആ സൊസൈറ്റിയിലെ ഒരു അംഗമായിട്ടങ്ങ് മാറും. അതുപോലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രക്ഷകർത്താക്കൾ അതിനായിട്ടൊരു സമയം കണ്ടുപിടിച്ച് ഇവനോട് അവൻ്റെ സ്കൂളിലെ പെർഫോമൻസൊക്കെ എന്തായിരുന്നു, കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും.
അതുപോലെ ഈ പാചകകല പല കുട്ടികൾക്കും അത് വളരെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലസ്സിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് തൈര്, പഞ്ചസാര, ഒരു നുള്ളും ഉപ്പ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അവൻ്റെ മുമ്പിൽ വെച്ചായിരിക്കുമ്പോൾ അവനും പതുക്കെ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഈ സമയത്തൊന്നും ഇവന് മൊബൈലിനെ പറ്റിയുള്ള ചിന്ത വരുന്നേയില്ല. പിന്നെ ഏറ്റവും പ്രധാനം, കുട്ടികളുടെ റോൾ മോഡൽ എപ്പോഴും അവൻ്റെ രക്ഷകർത്താവായി. അപ്പോൾ ഈ രക്ഷകർത്താക്കൾ കഴിവതും കൂടുതൽ സമയം ഇവൻ്റെ മുമ്പിലിരുന്ന് മൊബൈൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, എന്തെങ്കിലും സംസാരിക്കാനോ അതുമല്ല ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേഷന് മാത്രമായിട്ട് അല്ലാതെ എല്ലാ സമയം പാട്ട് കേൾക്കാനും സിനിമ കാണാനും വാർത്ത കാണാനും എല്ലാം ഈ മൊബൈൽ ഇവൻ്റെ മുമ്പിലിരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇവനും അതിനോടൊരു താല്പര്യം വരും. അപ്പോൾ നമ്മളവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഇവൻ്റെ റോൾ മോഡൽ ഈ രക്ഷകർത്താവാണ്. അത് കഴിഞ്ഞ് കുട്ടി കുറേ കൂടെ വളർന്നു കഴിയുമ്പോൾ അവന് ഓൺലൈൻ ക്ലാസ്സുകൾ വരും. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോൾ ഇവൻ്റെ ഇപ്പം ബർത്ത്ഡേക്ക് എന്ത് വേണം മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളതായിരിക്കും. സ്മാർട്ട് ഫോൺ അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മേടിച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. അതല്ല ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചിട്ട് അവൻ്റെ റൂമിലിരുത്തുന്നു, ഇവൻ അവിടെ ഇരുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ അവൻ പലതും സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ പലപ്പോഴും പല ഗെയിമുകളും വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ട് കുട്ടികളുടെ മാനസികാവസ്ഥ കൊണ്ട് എത്തിക്കുന്ന ഗെയിമുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെന്ന് ചിലപ്പോൾ ഈ കുട്ടികൾ പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സെക്സ് വീഡിയോസിലോട്ടൊക്കെ പിള്ളേർ ചിലപ്പോൾ ചെന്ന് വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവൻ്റെ ചിന്തകളൊക്കെ പിന്നെ ആ ജീവിതത്തിൽ പിന്നെ അതിനോടൊക്കെ ആയിരിക്കും അവൻ്റെ. അപ്പോൾ പഠിക്കാനൊക്കെ ഇവൻ വളരെ പൂവറായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും സ്മാർട്ട് ഫോൺ ഇവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനായിട്ട് ഒരു ചാൻസ് കൊടുക്കാതിരിക്കും. ഈ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു പ്രായമായി കഴിയുമ്പോൾ അവന് വേണമെങ്കിലൊരു മൊബൈൽ ഫോൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കഴിവതും ഒരു 6 ഇഞ്ചിന് അപ്പുറത്തായിട്ട്, 6 ഇഞ്ചിനേക്കാൾ ദൂരത്തിലായിരിക്കണം മൊബൈൽ എപ്പോഴും. അതുപോലെ തന്നെ കഴിവതും ഈ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, ഇയർഫോൺ മുതലായവ ഉപയോഗിക്കുന്നതല്ലാണ്. അല്ലാതെ ഫോൺ എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ കൂടുതൽ റേഡിയേഷന് സാധ്യത വരികയാണ്. പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയണത് ഈ ഫോൺ തലയുടെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ എവിടെന്നെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി തലയുടെ താഴെ തന്നെ ഫോൺ വെച്ച് കിടന്നുറങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് മൊബൈൽ ഡാറ്റാസ് പലതും ഓൺ ചെയ്ത് കിടക്കുകയായിരിക്കും. അപ്പോൾ അത് ഒക്കെ റേഡിയേഷൻ കൂടുതൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, ഇച്ചിരി മാറ്റി വെക്കുക. അതുപോലെ മൊബൈൽ ഡാറ്റാസൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കുക. അതുപോലെ ഈ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മൊബൈലിൽ റേഡിയേഷൻ കൂടുതലിന് സാധ്യതയുണ്ട്. അതുപോലെ ചാർജ് വളരെ കുറവുള്ള ഫോണിൽ സംസാരിക്കുന്നതിനും റേഡിയേഷന് സാധ്യതയുണ്ട്. അതുപോലെ റേഞ്ച് ഇല്ലാത്തടത്ത് നിന്ന് സംസാരിക്കുന്നതിന് റേഡിയേഷൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മൊബൈലും കുട്ടികളും എന്ന ആ സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.